NH-66 ലോകത്തെവിടെയും ജീവിക്കുന്ന മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ്. തനിക്കൊന്നും നാണമില്ലല്ലോ. ഇല്ല സാർ, ഈ പാലത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കും എൻ്റെ പാർട്ടിക്കും വേണം. എന്നാലേ അടുത്ത ഇലക്ഷൻ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. NH-66 നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടായ ചില സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ്. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. NHAI പറഞ്ഞു, സംസ്ഥാന സർക്കാർ ഇതിൽ നടത്തുന്ന ഇടപെടൽ ഒരു ടീം വർക്ക്, അത് മറ്റൊരു സംസ്ഥാനത്തും കാണാൻ പറ്റാത്തതാണ്. അത്രയും വേണോ? ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? പിന്നെ ചിലർ പറയുന്നു ഇത് തങ്ങളുടേതാക്കി മാറ്റാൻ റീൽസ് ഇട്ട് ചിലർ നടക്കുകയാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? വികസന പ്രവർത്തനം ജനങ്ങളിലെത്തിക്കാൻ പുതിയ കാലത്തെ സംവിധാനമായ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. റീൽസ് ഇടലും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കലും തുടരും. ഷാഫി പറമ്പിൽ MP മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇതിപ്പോ പൂർണ്ണമായും പണി കഴിഞ്ഞ് റീൽസ് എടുത്ത വീഡിയോ പിന്നെ റോഡ് ആയതുകൊണ്ടാണ് അത് ഇത്രയും ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഒറ്റപ്പെട്ട സംഭവമല്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സൗകര്യങ്ങളിലേക്കുള്ള ഒരു യാത്രയാണെന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങൾ ക്ഷമിക്കുന്നത്, എല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യണ്ടേ? ഇയാളെന്തോ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. സാമൂഹ്യ മാധ്യമങ്ങളിൽ മത്സരമാണ് ക്രെഡിറ്റ് എടുക്കാൻ, തെരുവിലെ ഫ്ലക്സിന്റെ ഉത്സവമാണ് ക്രെഡിറ്റ് എടുക്കാൻ. പക്ഷെ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ ആരുമില്ല. അപ്പോ ഇത് എന്റെ അല്ല അവന്റെ ആണെന്ന് പറഞ്ഞ് പരസ്പരം പഴി ചാരുക. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറിക്കണേ? അപ്പൊ ഈ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിക്കുന്നവർ ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ തയ്യാറാവണം. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? ആഴ്ചയിൽ റിവ്യൂ, ഉച്ചക്ക് റിവ്യൂ, വൈകുന്നേരം റിവ്യൂ, 2 ആഴ്ച കൂടുമ്പോൾ റിവ്യൂ, മുഖ്യമന്ത്രിയുടെ റിവ്യൂ, മന്ത്രിയുടെ റിവ്യൂ, കേന്ദ്രത്തിന്റെ റിവ്യൂ, സന്ദർശനം, റീൽ ഉണ്ടാക്കല്, ഡ്രോൺ വീഡിയോ പിടിക്കല്, ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു ഇനി റീൽ ഇടുമെന്ന് പറഞ്ഞു. റീൽ ഇടേണ്ടത് ഒരു 50 സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. ഈ വേലി ആ വിള്ളൽ വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റീലിട്ടാൽ കുറെ കൂടെ മനോഹരമായിരിക്കും. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ? ഷാജിയേട്ടാ, നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ.